ഹായ് ഓൾ, വെൽക്കം ടു പെപ്കോഫ്ലാൻഡ് ഓർഗാനിക് ഫാമിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഒരു കുറ്റിക്കുരുമുളക് കൃഷിയിൽ നമ്മൾ മികച്ച ഉൽപ്പാദനം നേടാൻ വേണ്ടി അത് കെട്ടിക്കൊടുക്കേണ്ട രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപ്പാദനവുമായി കുറ്റിക്കുരുമുളക് കൃഷി എങ്ങനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാം എന്നതും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കുറ്റിക്കുരുമുളകിനെ നമ്മൾ എങ്ങനെയാണ് ഒറ്റ ഗ്രാഫ്റ്റ് കൊണ്ട് നമ്മൾ ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഇത് 12 അടി ഹൈറ്റ് വരെ നമുക്കൊരു കുറ്റിക്കുരുമുളക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കേരവള്ളി ഒരു കഷ്ണം എടുക്കുക, ഒരു 1/2 മീറ്ററോളം. എന്നിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ ചീന്തിയെടുക്കുക, ഇങ്ങനെ ചീന്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു കെട്ടിടുക. ഇങ്ങനെ കെട്ടിടുക, ഇങ്ങനെ ഒരു കെട്ട് ഇട്ടിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുറ്റിയിലേക്ക് ഇങ്ങനെയായിട്ട് കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ കെട്ടിക്കൊടുത്ത ശേഷം പിന്നെ ഇങ്ങനെ കീറിയിട്ട് അടുത്തതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു കെട്ടും കൂടി ഇട്ടിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതിന് നമ്മളിതാ ഇങ്ങനെ കെട്ടുന്നു. ആദ്യം ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, എന്നിട്ട് ഇതിനെങ്ങനെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഈ കെട്ടിയതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്കൂടെ എടുത്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ കെട്ടി അവിടെ വയ്ക്കുക. അടുത്തതും ഇതിങ്ങനെ കെട്ടുക. 6 മാസത്തെ കുറ്റിക്കുരുമുളക് ആണിത്, ഒറ്റ ഗ്രാഫ്റ്റ്. ഈ ഗ്രാഫ്റ്റിൽ ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളിതിനെ ഇങ്ങനെ ഒരു കെട്ടിട്ട് ഈ ഇങ്ങനെ താന്ന് നിൽക്കുന്നതിന് നമ്മൾ ഇങ്ങനെ ഒരു കെട്ടിടും. ഇങ്ങനെ ഇത്ര ലൂസിൽ, ഈ ലൂസിൽ നമ്മൾ കെട്ടി അടുത്ത ഇങ്ങനെ കെട്ടിയിട്ട് നമ്മളിതങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇതിൻ്റെ ഒരു കെട്ടുണ്ടാവും മുകളിൽ എടുത്തിട്ട് ഇതങ്ങനെ കെട്ടിയിട്ട് ലേശം പൊക്കിയിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ മുകളിലോട്ട് തന്നെ ഇതേപോലെ കണ്ണികളുണ്ടായി ആ കണ്ണിനെയാണ് നമ്മൾ കെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇപ്പോൾ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഈ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറ്റിക്കുരുമുളക് വളർച്ച കുറയും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കെട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടും കൂടി ഇട്ട് ഇങ്ങനെ കെട്ടി മുകളിലോട്ട് ഇങ്ങനെ കൊടുക്കും. മുകളിലോട്ട് ഞാൻ നേരത്തെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹോട്ടലിലേക്ക് ആദ്യം കെട്ടിയതിൻ്റെ അതിൽ തന്നെ ഒരു ഓട്ടയിൽ കൂടെ ഇട്ട് ഇതേപോലെ ചെയിനായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇതെങ്ങനെ നമുക്കിതിന് 12 അടി വരെ ആയിട്ട് കൊണ്ടുപോകാം. ഒരു സ്റ്റൂൾ ഇവിടെ നമ്മൾ കെട്ടുന്നത്. ഇനി നമ്മളിതാ ഇവിടെ കെട്ടും. ഈ താന്ന് നിൽക്കുന്നതിൻ്റെ ഇവിടെ കെട്ടിയിട്ട് ഇതിന് നമ്മളിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ നേരത്തെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനൊരു ഇതുണ്ട്. ഇവിടെ ഇങ്ങനെ കെട്ടി വയ്ക്കുക. ഇങ്ങനെ കെട്ടിയിട്ടാണ് നമ്മൾ ഒറ്റ ഗ്രാഫ്റ്റ് മതി. ഈ 5-6 ഗ്രാഫ്റ്റിൻ്റെ ആവശ്യമേ ഇല്ല. ഓരോ വെറൈറ്റീസാണ് കേട്ടോ കുരുമുളകെല്ലാം. ഇത് മയിലാട് മുണ്ടി എന്നുള്ള ഒരു ഇനമാണ്. മയിലാട് മുണ്ടി ഇവിടെ തന്നെ വികസിപ്പിച്ചെടുത്താനാണ്. ഇതിൽ തെറ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കുരുമുളക് കാണാം. ഇതിനെങ്ങനെ കെട്ടി ഇങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് നമുക്കൊരു വർഷം കൊണ്ട് തന്നെ ഒരാൾ പൊക്കമൊക്കെ ആയി കിട്ടും. അപ്പോൾ ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് 18 ദിവസം കൂടുമ്പോൾ നമ്മൾ
നേരത്തെ കാണിച്ച വീഡിയോയിലുള്ള ആ വളമാണ് ഇതിൽ കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ആകുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടില്ല, ഇങ്ങനെ കെട്ടി കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇത് മുകളിലോട്ട് വരും. നല്ല തിക്കൻസ് ആയിട്ടുള്ള കുരുമുളക്, നിങ്ങൾ തിക്കൻസ് ആയിട്ടുള്ള ഒറ്റ ഗ്രാഫ്റ്റിൽ മയിലാടുമുണ്ടി എന്നാണ് ഇതിൻ്റെ പേര്. ആകെ 80 ചൂട് കുറ്റിക്കുരുമുളകാണുള്ളത്. 3-ാം വർഷം ഇതിൽ നിന്ന് നമുക്ക് 2.5 കിൻഡൽ ഉണക്കക്കുരുമുളകാണ് കിട്ടിയത്. ഇക്കൊല്ലം അതിനെക്കാട്ടിയും കൂടുതലായിരിക്കും, കാരണം ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കെട്ടി കൊടുക്കുക. പിന്നെ എല്ലാവരും ധാരണ ഉണ്ട്, നമ്മളെ തോട്ടത്തിലാണെങ്കിലും പിന്നെ ഉള്ളിലാണെങ്കിലും ആരും ചോലയിൽ കുരുമുളക് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ ഏത് ചോലയിലും നമുക്ക് കുരുമുളക് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഏത് തിക്കൻസിലും, ചിലർ പറയും തിക്കൻസ് ആയി കഴിഞ്ഞാൽ കുരുമുളക് ഉണ്ടാവില്ല. ഏത് ഇതാണ് ഇത്രയും തിക്കൻസിലാണ് എൻ്റെ കുരുമുളക് ഉള്ളതും. എൻ്റെ തോട്ടത്തിൽ നല്ല ടൈറ്റിലാണ്, നല്ല ഒരു 25 അടി വരെയുള്ള കുരുമുളകാണ് എൻ്റെ തോട്ടത്തിലുള്ളത്. 20 സെൻറ്റ് സ്ഥലത്ത് 300 വള്ളിയുണ്ട്. ആ 300 വള്ളിയിലും ടൈറ്റാ കുരുമുളകാണ് ഉള്ളത്. അപ്പോൾ അത്രയും ചോലൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കായ്ക്കുന്നത്? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പോഷകാഹാരം അതിൻ്റെ കറക്റ്റാണ്. നമ്മളുണ്ടാക്കുന്ന ആ വളവും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ വളമാണ് ഞാൻ കൊടുക്കുന്നത്, അതേ ട്രീറ്റ്മെൻറ്റ്. അതിൽ മരുന്നും ഇതിന് ആവശ്യമായ മരുന്നും വളവും കൂടിയാണ് കൊടുക്കുന്നത്. പിന്നെ കാലാവസ്ഥയിൽ ഓവർ മഴ ആണെങ്കിൽ ഈ തിരിയിടുന്ന സമയത്ത് നമുക്ക് ലേശം പിന്നെ പൂമ്പൊടി കൊഴിയാൻ സാധ്യതയുണ്ട്. ശക്തമായ മഴ ആയിരുന്നു ഈ പ്രാവശ്യം. അതല്ലെങ്കിൽ നല്ല ടൈറ്റിലായിരിക്കും കുരുമുളക് പിടിച്ചിരിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കെട്ടി കൊടുക്കുകയാണ്. ഇങ്ങനെ കെട്ടിക്കൊടുത്തെങ്കിൽ നമുക്ക് കുരുമുളക് ഇങ്ങനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കുറ്റിക്കുരുമുളകായിട്ട് ഇങ്ങനെ തൂങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ സമയം കളയണ്ട. നമ്മൾ സമയം കളയാതെ ഉള്ള സമയം കുറച്ചാണെങ്കിൽ പെട്ടെന്ന് എല്ലാ കൃഷി, കാപ്പിയൊക്കെ ഇട്ട് കുരുമുളകായിട്ട് എന്ത് കൃഷിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈൽഡ് നമുക്ക് കിട്ടുമ്പോൾ നല്ലോണം വിളയണം. അപ്പോൾ അതാണ് നമ്മളെ ആവശ്യം. നമ്മൾ രക്ഷപ്പെടണ്ടേ? നമ്മളിത് കൗതുകത്തിന് മാത്രമല്ലല്ലോ. അപ്പോൾ ഇതിന് ഏറ്റവും ചിലവ് ചുരുങ്ങിയിട്ടുള്ളൊരു കൃഷിയാണ്. എല്ലാവരും ചെയ്യുന്നത് പല പൈപ്പൊക്കെ ഇട്ട് ഭയങ്കര പൈസയും മുടക്കി പൈപ്പും കാര്യങ്ങളൊക്കെ. ഇത് വെറും കൈകൊണ്ടുള്ള പരിപാടി, നമ്മൾ പൊക്കി കൊണ്ടുപോയി നനച്ചുണ്ടാക്കുന്ന ഒരു പരിപാടി. ഒരു ചിലവുമില്ല ഇതിന്, വലിയ പൈസ മുടക്കില്ല, ഒരു പൈസ മുടക്കില്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം കൊണ്ട് ഇത്രയും കണ്ടീഷനായിട്ട് ഒരു കൃഷി രീതി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. വേറെ കൃത്യമായിട്ടുള്ള ഒരു പരിപാടിയില്ല. അടിയിൽ കൂടെ പിന്നെ ഇതാക്കിയിട്ടുള്ള വെള്ളം കൊടുക്കുന്നില്ല. നമ്മൾ കയ്യിൽ തൂക്കി പിടിച്ച് ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയി അങ്ങനെ തടിച്ചുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു മുടക്കമില്ല നമുക്ക് ഈ കൃഷി. ഇതൊക്കെ നിങ്ങൾ നോക്കിയൊക്കെ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ വരെ കുരുമുളകാണ്. ഉള്ളിൽ വരെ നമുക്ക് ടൈറ്റായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താണ്. ഒരു കേടില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ആ രാസവളത്തിൻ്റെ ആ ഇതൊന്നുമല്ല. ഇത് നമ്മൾ ജൈവ കൃഷിയാണ്, പക്കാ ജൈവ കൃഷി, പച്ച രീതിയിലുള്ള ജൈവ കൃഷി. നിങ്ങൾക്ക് ഇതുപോലെ നേരിട്ട് ആര് വന്നാലും ഇവിടെ പഠിക്കാം എന്താണ് കൃഷി എന്നുള്ളത് ഇത്രയും ചുരുങ്ങിയ ചിലവിൽ. ഇതേപോലെ ഓരോ കർഷകനും ചെയ്തു വരികയാണെങ്കിൽ ആ കർഷകനൊക്കെ രക്ഷപ്പെടും എന്നുള്ളത് ഉറപ്പാണ് എനിക്ക്, ഈ രീതിയിൽ കൃഷി കൊണ്ടുവരികയാണെങ്കിൽ. നമുക്ക് മഴ ഓവറായിപ്പോയി ഈ പ്രാവശ്യം ആ തിരിയിടുന്ന സമയത്ത്. തെക്കൻ കുരുമുളകിനെ കുറ്റപ്പെടുത്തല്ല, നല്ല കുരുമുളകാണ്. പക്ഷേ എന്താ പറയുക, ഇതിന് ഇതേപോലെ തുമ്പ് കരിഞ്ഞിട്ട് നല്ല മഴ പെയ്യാണ്, ഓവർ മഴയാണ്, ഇതൊക്കെ കൊഴിഞ്ഞു പോകും. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ നിറഞ്ഞ തിരിയായിരുന്നു, കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇതിങ്ങനെ ആയിട്ട് പിന്നെ നല്ല ഓവർ മഴ ആണെങ്കിൽ, ശക്തമായ മഴ ആണെങ്കിൽ ഇത് നിൽക്കില്ല. ഇതിൻ്റെ അടിവശം ഇങ്ങനെ കരിഞ്ഞ് വന്നിട്ട് ഇത് കൊഴിഞ്ഞു. ഇത് മാത്രം, ഈ തെക്കൻ കുരുമുളക് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. വേറൊരു കുരുമുളക് നമ്മളവിടെയുള്ള ഒരു കുരുമുളകിനും, ഇത് നമ്മൾ കണ്ടെത്തുന്നില്ല, ഇത് തോമസാട്ടായി കണ്ടെത്തിയാണ് ഇടുക്കിയിലുള്ള. പക്ഷേ ഇതിങ്ങനെ കൊഴിഞ്ഞു പോവുക. അപ്പോൾ ഇതിന് നമുക്ക് അത്ര ഇതൊന്നുമില്ല. കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ പറഞ്ഞ ഒരേ മൂപ്പല്ല, അപ്പോൾ ഓരോ വ്യത്യാസമുണ്ട്. കാണാൻ ഭയങ്കര കൗതുകമുള്ള ഭംഗിയാണ്. ഓക്കെ, നമ്മൾ നല്ല വെള്ള കുപ്പിയിൽ കുപ്പീൻ്റെ കുപ്പിയിൽ വെള്ളം നിറച്ചു. ഇതേപോലെ ഇതിൻ്റെ തലഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കേള് പ്രീനം. ഇപ്പം നമ്മൾ ആദ്യം ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്തിൻ്റെ തലഭാഗം എടുത്തിട്ട് ഇതേ കുപ്പിയിലിട്ട് വെക്കും. ഇത് നമുക്ക് ഒരു 10-25 ദിവസം ആകുമ്പോഴത്തേന് ഫുള്ള് വേരാവും.
എന്നിട്ട് നമ്മൾ എടുത്തിട്ട് കവറിലേക്ക് മാറ്റി നടും. അത് കഴിഞ്ഞ് നമുക്ക് 2 മാസം കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനെടുക്കാം. ഇട്ട് വെച്ചതാണ് ഇതേപോലെ വേര് വരും. ഇതേപോലെ വേരുകൾ നമുക്ക് വരും. എന്നിട്ട് നമ്മളൊരു കവറിൽ ഇട്ട് നട്ടിട്ട് ഇതൊരു 3 മാസം കഴിയുമ്പോഴത്തേന് നമുക്ക് അടുത്ത ഗ്രാഫ്റ്റ് ചെയ്യാം. തിപ്പല്ലി നമ്മൾ വേര് പിടിപ്പിച്ച വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം ഇത് അത്രയും കരുത്തിലുള്ളതാണ് നമ്മൾ വെക്കുക. നിങ്ങളെല്ലാവരും കരുത്ത് കുറഞ്ഞല്ല കണ്ടിട്ടുള്ളൂ. ഇത്രയും കരുത്തിലുള്ളതാണ് നമ്മളിപ്പോൾ വെക്കുക. ഇതിലിപ്പോൾ 2-ാം മാസമായ ഇതിൽ ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യും. ഗ്രാഫ്റ്റ് ചെയ്തത് കണ്ടില്ലേ, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് കണ്ടു. ഇതൊക്കെ പുതിയ വെറൈറ്റികളാണ്. പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാം ഗ്രാഫ്റ്റ് ചെയ്ത്. ഇനി ഇവിടെ എത്തുമ്പോൾ നമ്മൾ നേരത്തെ ആദ്യം കാണിച്ചത് പോലെ വേര് പിടിപ്പിക്കും. അവിടെ നിന്ന് 1 തന്നെ 3 വള്ളിയാക്കും. ആ 3 വള്ളി നമ്മൾ പിന്നെ ഒരു കഷ്ണം കൂടി എടുത്തിട്ട് നമ്മൾ ഗ്രാഫ്റ്റിന് കൊടുക്കും. ഗ്രാഫ്റ്റ് നമ്മൾ ഇതേപോലത്തെ എപ്പോഴും തണ്ടും ഒരു ഇല വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കവർ ഇടണ്ട. ഇനി ഇലകളൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ചെയ്യണം. ഇത് നമ്മൾ ഇല വെക്കുകയാണെങ്കിൽ ഒരു ഇലവിൻ്റെ പകുതി മാത്രം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കവർ ഇടണ്ട. ഇലകളൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ കയറ്റവള്ളിക്കാണെങ്കിൽ ഇതേപോലെ ചെറിയ പീസ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ സിപ്പപ്പിൻ്റെ കവറിട്ട് ഇവിടെ കെട്ടിയിട്ട് മുള പെട്ടെന്ന് വരും. ഒരു 25 ദിവസം ആകുമ്പോഴത്തേന് മുള വരും. എന്നിട്ട് കവർ പയ്യെ എടുത്ത് കളഞ്ഞിട്ട് ഓപ്പണിൽ കൃഷി ചെയ്യണം. നമ്മൾ പറയുന്നത് ഓപ്പണിലാണ്. തണലത്തോ ഇതിലൊന്നും നമ്മളിവിടെ ചെയ്യലില്ല. ഇവിടെ മഴമറവല്ല, ഒന്നുമില്ല. ഓപ്പൺ കൃഷിയിൽ നമ്മൾ ചെയ്യുക. എല്ലാ വെയിലും മഴയും കൊണ്ടിട്ട് തന്നെ ഇതേപോലെ എന്നാലേ നമുക്ക് എവിടെ വെച്ചാലും അതിൻ്റെ പ്രതിരോധശേഷി കൂടി കിട്ടുകയുള്ളൂ. മറ്റേ തണലിൽ നമുക്ക് ഒരാൾക്കൊരു വള്ളി കൊടുക്കുമ്പോൾ അയാൾ ഇത് കൊണ്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് പോയിട്ടോ എന്ന് പറയും. ഇത് പോവില്ല. അപ്പോൾ അത്രയും ഇതിലാണ് നമ്മളിവിടെ വള്ളി ഉണ്ടാക്കുക. ഇന്നത്തെ വീഡിയോ ഏവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. കുറ്റിക്കുരുമുളകിൻ്റെ മറ്റ് വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.